അച്ചായന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ചായനെ ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും, ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രം. വേട്ടയാടുന്ന അച്ചായൻ ക്ലാരിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോണോ ഒരു ക്യാമറ സെറ്റപ്പോ ഒരു ലൈറ്റ് ഒന്നും ഇല്ലാതെ സാധാരണ ഒരു മൊബൈൽ ഫോണുമായി വന്നിട്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഫിറോസ് കുന്നുംപറമ്പിലിനെ നമ്മൾ കണ്ടതല്ലേ. അന്ന് തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയയിൽ പലർക്കും പ്രചോദനമായിട്ട് അദ്ദേഹത്തിന്റെ ലൈവുകളൊക്കെയാണ്. അന്നും ഇന്നും സുതാര്യതയെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അച്ചാൻ ഒരുപക്ഷെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലായിട്ട് പാവങ്ങൾക്ക് തണലാകുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളുടെ കണ്ണീരിൽ ചവിട്ടി നിൽക്കുന്ന യൂട്യൂബർമാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഇൻഫ്ലുവൻസറോട് ഒന്നേ പറയുള്ളൂ. ആ നിശബ്ദമായിട്ടുള്ള കണ്ണീര് അല്ലെങ്കിൽ ഒന്നും രോഗികളായിട്ടുള്ള നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മക്കളെ നിങ്ങൾ അതിൽ ആ ശാപത്തിൽ നിങ്ങളൊക്കെ വെന്തുരുക്കി തീരും. പലർക്കും കിട്ടേണ്ട അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങൾ നിങ്ങൾ കാരണം ഇല്ലാതാവരുത്. സ്വന്തം അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോ അതില് സുതാര്യത തേടിപ്പോലും ശരിയല്ലല്ലോ. ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പല വീക്ക്നെസ്സുകൾ, ആദമിന്റെ മക്കൾക്ക് തെറ്റുപറ്റും, മനുഷ്യ സഹജമായിട്ടുള്ള പല തെറ്റുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ വീക്ക്നെസ് അതൊക്കെ ചർച്ചയാക്കിയിട്ട് അയാളെ ക്രൂശിക്കുന്നത് ശുദ്ധമായിട്ടുള്ള തന്തല്ലാത്ത പരിപാടിയാണ്. അദ്ദേഹത്തിന് നന്മയോർത്തിനും ഉണ്ടായിരുന്നുള്ളൂ. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലത്ത് ഒരു സംഘടനകളോ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു ക്ലബ്ബുകളും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന പലർക്കുമാണ് അച്ചായൻ പാർപ്പിടം, വസ്ത്രം, ആഹാരം, അതുപോലെ തന്നെ മരുന്നുകളൊക്കെ ആയിട്ട് എത്തിക്കുന്നത്. അത് നിങ്ങൾ ക്രൂശിക്കുമ്പോഴും നിങ്ങൾ അദ്ദേഹം ചെയ്ത നന്മകൾ കാണാതിരിക്കരുത്. ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് വീടെന്നുള്ളത് അല്ലെ. ആ സ്വപ്നത്തിന് താങ്ങായിട്ട് ഒരു മനുഷ്യൻ കൂടെ നിൽക്കുമ്പോ വ്യക്തിപരമായിട്ടുള്ള തെറ്റുകൾ പറഞ്ഞിട്ട് തളർത്താൻ നോക്കുന്നത് തന്തല്ലാത്ത പരിപാടിയാണ്. അത് നീതിയല്ല. കൊടുക്കുന്നവർ പരാതിയില്ല, വാങ്ങുന്നവര് പരാതിയില്ല. റീച്ചിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടി അയാൾ ക്രൂശിക്കുന്നത് നിങ്ങൾക്കാണോ പരാതി ഉള്ളത്? ചാരിറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമായി പോയി. കാരണം ഒരുപാട് ആളുകൾക്ക് നന്മ ഇത്രയും വർഷം 30ഓളം വീടുകൾ വെച്ച് നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ, അതിന് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെയൊക്കെ അസ്തിത്വം ചോദിക്കുമ്പോഴൊക്കെ ആരാണ്? ഒരു കടലാസ് പെൻസിൽ പോലെ ഒരു മനുഷ്യർക്ക് ഒരു തുള്ളി വെള്ളം പോലെ കൊടുക്കാത്ത ആളുകൾ വന്നിട്ട് നിങ്ങൾ ആ വീടിന്റെ ആധാരം എടുക്കുന്ന പറയുമ്പോ ഓണ പുള്ളേ എന്നല്ലാതെ എന്താ പറയണ്ടത്? അപമാനിക്കാനും ചീത്ത വിളിക്കാനും തന്തക്ക് വിളിക്കാനും കല്ലെറിയാനൊക്കെ ഒരുപാട് നാടുകളുടെ കാലത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരം ചെയ്യുക, അവർക്ക് വേണ്ടി നന്മ ചെയ്യുക, ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ചങ്കിൽ റൂഹുള്ള കാലം ഇത് നിർത്താൻ പാടില്ല. ഒരു പറ്റം ആളുകൾ നിങ്ങൾ റിയാദിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നിങ്ങൾ നന്മ ചെയ്യുക, തളരാൻ പാടില്ല.